ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ജാസ്മിൻ്റെ കാര്യങ്ങളും കഥകളെല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ, കണ്ടിന്യൂസ്ലി. ഇപ്പോഴതിനൊരു ശക്തി കൂടിയത് എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. ടെഡി ബിയർ അല്ലേ, നിങ്ങൾ വീട്ടിലുണ്ടോ ടെഡി ബിയർ? എനിക്ക് ടെഡി ബിയർ ഒന്നും ആരും വാങ്ങിച്ചു തന്നില്ല കേട്ടോ. ചെറുതാ മറ്റും ഉണ്ട് അപ്പുറം ഇപ്പുറമായിട്ടും. എന്നാലും ജാസ്മിൻ ഒരു വലിയൊരു ടെഡി ബിയർ ഇട്ടിട്ടുണ്ട്. എവിടുന്ന്? ബിഗ് ബോസ് ആര് കൊടുത്തേ? ഉപ്പയും ഉമ്മയും വന്നിട്ട് കൊടുത്തത്. ബിഗ് ബോസ് കൊടുത്തതൊന്നുമല്ല കേട്ടോ, ഉപ്പയും ഉമ്മയും കൊടുത്തതാണ്. ആര് തന്നു എന്നാണ് പറഞ്ഞത്? നമ്മളെ അഫ്സൽക്ക. സത്യത്തിൽ ആ ടെഡി ബിയറുമായിട്ട് അവളൊന്ന് സെറ്റായിട്ടുണ്ട്. മാലയും ഫോട്ടോസൊക്കെ ഉപ്പ കൊണ്ടുപോയി പോയല്ലേ. അപ്പോൾ ഇപ്പോൾ ടെഡി ബിയറാണ് ഇപ്പോൾ അവളുടെ എല്ലാം. അപ്പോൾ ജാസ്മിൻ ജാഫർ ജേണി നമുക്കൊന്ന് നോക്കിയാലോ? അറിയാത്തവർക്കാണ്, എല്ലാവർക്കും അറിയായിരിക്കും, എന്നാൽ ആ ഒരു ജേണി നമുക്ക് ചെക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് എപ്പിസോഡെല്ലാം കാണാത്തവരല്ലെങ്കിൽ ലൈവ് കാണാത്തവരെല്ലാം ഉണ്ടാവില്ലേ, അവർക്ക് ഉപകാരപ്പെടട്ടെ. ഫസ്റ്റ് ഈ ജാസ്മിൻ ജാഫർ ഇത് അനൗൺസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ബോൾഡായിട്ടുള്ള ബ്യൂട്ടി ബ്ലോഗർ അല്ലേ, നല്ല സ്റ്റൈലിഷ് ബോൾഡ്. അതായത് അവൾ അവിടെ തന്നെ പറയുന്നുണ്ട്, എന്നെ പറഞ്ഞാൽ അല്ലേ, എന്നെ ചെയ്താൽ ഞാൻ അങ്ങോട്ടും കൊടുക്കും അല്ലേ. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനിലാണ് ആൾ ബിഗ് ബോസിലേക്ക് കയറി വരുന്നത്. പിന്നെ പോകെ പിന്നെ ഗബ്രിയായിട്ട് അടുക്കുന്നു. അതായത് ഗെയിമിലേക്ക് ആദ്യം ഉണ്ട് ആൾ, ഗെയിമിലേക്ക് തന്നെയാണ് കോൺസെൻട്രേഷൻ കൊടുത്തത്. പിന്നെ ഇങ്ങനെ ഒരു അതായത് ഓരോ ദിവസം കഴിയുന്നോളും ഗബ്രിയായിട്ട് നല്ലോണം അടുത്തടുത്ത് വരുന്നു. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ, പിന്നെന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും എതിർക്കുന്നു. ഇവർ ഈ ഒരു ബന്ധം അത്രയും സ്ട്രോങ് ആയി അല്ലേ, ഈ ഫ്രണ്ട്ഷിപ്പ്, ലവ്, ക്ലാരിറ്റി ഇല്ലായ്മയെന്ന് ക്ലാരിറ്റി എന്ന് പറയുന്ന ഈ ബന്ധം അത്രയും സ്ട്രോങ് ആയി. കിസ് കൊടുക്കുന്നു, അങ്ങനെ ആകുന്നു, ഇങ്ങനെ ആകുന്നു. അതപ്പോൾ അവിടെയുള്ള ഈ ഗെയിമേഴ്സ് തമ്മിൽ തന്നെ അതായത് പരസ്പരം പറഞ്ഞ് അവർ തമ്മിൽ എടുക്കുന്നു. എന്നിട്ടും നെഞ്ചോട് നെഞ്ചായിട്ട് അവർ പോരടിച്ച് ഗെയിം കളിക്കുന്നു. പിന്നീട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഗബ്രി ചേട്ടൻ ഔട്ടാകുന്നു. അതായത് എവിക്റ്റഡ് ആകുമ്പോൾ പിന്നീട് ജാസ്മിൻ ജാഫർ സംബന്ധിച്ച് ഭയങ്കര ഡൗൺ ആയി പോകുന്നു. ജാസ്മിൻ ജാഫർ ഡൗൺ ആകുന്നു, പിന്നെയുള്ള കളി വീക്കാകുന്നു അല്ലേ. പിന്നെ ഗബ്രി പോയി എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഗബ്രീൻ്റെ മാലയൊക്കെ അണിഞ്ഞു നിന്ന് വീണ്ടും സ്ട്രോങ് ആയിട്ട് ഗെയിമിലേക്ക് തിരിച്ചെത്തുന്നു അല്ലേ. ജാസ്മിൻ ജാഫർ ജേണിയാണ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, അങ്ങനെയല്ലേ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇനിയും ഗെയിമിലേക്ക് തിരിച്ചെത്തുന്നു. പിന്നെ ഇപ്പോൾ കുറച്ചൊരു മീഡിയം ലെവലിലുള്ള ഡൗണിങ്, അതായത് കുറച്ചാൾ കരകയറിയെന്നായി. പിന്നെ ഈ പാരൻസ് വന്നപ്പോൾ ഗബ്രിയുടെ മാലയും ഫോട്ടോസും എടുത്ത് മാറ്റുന്നു. പിന്നെ ഒരു ടെഡി ബിയറിലേക്കാണ് ഇപ്പോൾ ജാസ്മിൻ ജാഫർ എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ടെഡി ബിയർ വെച്ചിട്ടായിരിക്കും അടുത്ത കഥയെല്ലാം മെനിയുക. കാരണം ബിഗ് ബോസിനൊരു കണ്ടന്റും കൂടി കിട്ടിയല്ലേ. ടെഡി ബിയർ, ജാസ്മിൻ ജാഫർ ടെഡി ബിയർ ആരാണ്? അഫ്സൽക്ക ആയിട്ടാണോ ഗബ്രി ആയിട്ടാണോ ഇനി ടെഡി ബിയർ ആയിട്ട് അവൾ കളിക്കുക, അല്ലെങ്കിൽ അതിനോട് സംസാരിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അതാണ് ഇപ്പോൾ എല്ലാവരും പ്രേക്ഷകർ നോക്കുന്നത്. ജാസ്മിൻ ജാഫർ ഒരു ജേണി അടിപൊളി ജേണിയാണ്, നല്ലൊരു വിഷമം പിടിച്ചതും എന്നാലും ഒരു ഇൻട്രസ്റ്റിംഗ് ജേണിയാണല്ലേ. നല്ലൊരു ബ്യൂട്ടി ബ്ലോഗറായിട്ട് വന്നിട്ട് ഇപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ടുള്ളത് ആളെ കോലം തന്നെ. ബ്യൂട്ടി ബ്ലോഗർ എന്നൊന്നും ഇനി പറയാൻ പറ്റില്ല, ആളെ കോലം തന്നെ ഒട്ടാകെ പോയിട്ടുള്ളത് അല്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഈ ജാസ്മിൻ ജാഫർ എപ്പോൾ വീഡിയോ ഇട്ടാലും പ്ലീസ് എന്നെ PR എന്ന് പറയുന്നുള്ള വർത്താനം ഒന്ന് നിർത്തിയേക്കണേ പ്ലീസ്. എനിക്ക് ഞാൻ ആദ്യം ഒന്നുകൂടി മുന്നേ പറഞ്ഞു തോന്നുന്നല്ല, ഇത് പിന്നെ ആദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഞാൻ PR ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള ജാസ്മിൻ ജാഫറെ കുറിച്ചിട്ട് എല്ലാ വീഡിയോയും പോസിറ്റീവിൽ മാത്രമേ ഞാൻ സംസാരിക്കൂ, ഒരു നെഗറ്റീവും സംസാരിക്കില്ല. ആ ഒരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്, അത് എൻ്റെ ഒപ്പീനിയനാണ്. അതിപ്പോൾ എനിക്കുള്ള ഒപ്പീനിയനാണ് എനിക്ക് പറയാനുള്ള അവകാശം. പിന്നെ ഞാനെന്തിനീ ഈ ചാനൽ തുടങ്ങിയതിന്? അപ്പോൾ ജാസ്മിൻ ജാഫർ ഈ ജേണി എല്ലാവർക്കും, അതായത് കാണാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല. എന്നാലും ഒരു ചില പേര് കാണുന്നുണ്ടായി ബിഗ് ബോസ്, ഒരു ചില പേര് ഈ അടിയും വഴക്കും എന്നെ പോലെ ആയിരിക്കും. പണ്ട് ഞാൻ സീസൺ 5 വരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതായത് ഒരു അടിയും വഴക്കല്ല എന്തിനീ കാണുന്നത് അന്ന് ചില ആൾക്കാർ ഈ ഒരു ഈ യൂട്യൂബേഴ്സ് പറയുന്ന മാത്രം ഒരു ചെറിയ കണ്ടന്റ് കാണുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജേണി പറഞ്ഞത്, നമ്മൾ ജാസ്മിൻ ജാഫറെ. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് നമുക്ക് കണ്ടിരിക്കാവുന്നത് ഈ ടെഡി ബിയർ. ഇപ്പോൾ ടെഡി ബിയറിലാണ് അവളുടെ ജേണി എത്തിയിട്ടുള്ളത്. അതായത് ഉപ്പായും ഉമ്മയും ആ ഒരു മാല മാറ്റി അവരൊരു പുതിയ മാല ഇട്ട് കൊടുത്തു. അപ്പോൾ മാലയോടും ഫോട്ടോനോടും ഇനി അവൾ അറ്റാച്ച്മെൻറ്റ് വെക്കൂല, കാരണം ഫോട്ടോ പോയാൽ ഇനി ആരോടും സംസാരിക്കാനില്ല. അവരെ ഫോട്ടോ വെച്ച് സംസാരിക്കാനാണ് പറഞ്ഞത്. അതായത് ഫാമിലി ഫോട്ടോ, നിനക്ക് നമ്മളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇനി ടെഡി ബിയറാണ് പുതിയതായിട്ട് കൊടുത്തത്. ഇനി ആ ടെഡി ബിയറോട് നമുക്ക് സംസാരിക്കും. അത് ഗബ്രിയാണോ അഫ്സലാണോ? അവളുടെ മനസ്സിലെ അഫ്സൽക്ക കൊടുത്ത പിന്നെ ടെഡി ബിയറാണത്. പക്ഷെ അവളുടെ മനസ്സിൽ അഫ്സലായിട്ടാണോ ഗബ്രി ആയിട്ടാണോ ഇനി മറ്റാരെങ്കിലും ആയിട്ടാണോ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പം ബൈ.